ഈ നിതിൻ രാജിൻ്റെ മരണത്തോടുകൂടി ലോൺ ആപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും സജീവ ചർച്ചയിലേക്ക് വരികയാണ്. എന്താണ് ഈ ലോൺ ആപ്പ്? ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആമുഖമായി പറഞ്ഞോളൂ. നമ്മളിപ്പോൾ എല്ലാവരും ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഏതിനും എല്ലാത്തും നമ്മൾ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്നു. ബാങ്കിങ് സേവന മേഖലകളെല്ലാം തന്നെ ഡിജിറ്റലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ലോൺ ആപ്പ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ചർച്ച വരുന്നതിന് മുൻപ് ഒരു 4-5 വർഷം മുമ്പ് തന്നെ ഈ കോവിഡ് കഴിഞ്ഞപ്പം ഒരിക്കൽ കൂടി ഒരു തവണ ചർച്ചയായി തീർന്നതാണ്. കാരണം ഇത് വളരെ പെട്ടെന്ന് മൊബൈൽ ഫോണുകളിൽ തന്നെ നമ്മുടെ ഏതെങ്കിലും ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ആ ആപ്പ് നമുക്ക് തരുന്ന സർവീസ് ഒരു ഇൻസ്റ്റൻറ്റ് ലോൺ എന്നുള്ള നിലയിലാണ് ഈ ലോൺ ആപ്പുകൾ പ്രവർത്തിക്കുന്നത്. ആ ഇൻസ്റ്റൻറ്റ് ലോണുകൾ 2 ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. ഒന്ന്, ഇത് RBIയുടെ ഗൈഡ് ലൈൻസ് അംഗീകരിക്കുന്ന NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് അല്ലെങ്കിൽ NBFC നൽകുന്ന ലോൺ ഫെസിലിറ്റി നൽകുന്ന ആപ്പുകൾ. അതെന്ന് പറയുന്നത് ശരിക്കും ജെന്യൂനാണ്, റിയൽ ആയിട്ടുള്ളതാണ്. അപ്പം അതുകൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നൽകാമെന്ന് പറയുന്ന തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. അത് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വിനയായി വരുന്നത് ഇത്തരം ആപ്ലിക്കേഷനുകളാണ്. ആ ആപ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റും വേണ്ട. നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ ഫോൺ കോൺടാക്റ്റ് ലിസ്റ്റ് എടുത്ത് അവർ ഫോൺ നമ്പറും അതിൽ ആധാർ ഉണ്ടെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ശേഷം മറ്റൊരു ഡോക്യുമെൻറ്റും കൊടുക്കാതെ തന്നെ ചെറിയ എമൗണ്ട് ആയിരിക്കും പറയുന്നത്. 5000 മുതൽ 10000 വരെയോ 10000 മുതൽ 20000 വരെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇതും പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നാണ് പലപ്പോഴും ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. കൂടാതെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. വാട്സപ്പ് മറ്റു പ്ലാറ്റ്ഫോം വഴിയൊക്കെ ഷെയർ ചെയ്യപ്പെട്ടും വരുന്നുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത് ഒന്നും ഒരു രജിസ്റ്റേർഡ് സ്ഥാപനമായിരിക്കത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുകയോ RBIയുടെ രജിസ്റ്ററിൽപ്പെട്ട അവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ പെടാതെ ആളുകളെ പെട്ടെന്ന്, കാരണം ഇതൊരു അട്രാക്റ്റീവ് പരസ്യമായിട്ടായിരിക്കും വരുന്നത്. പെട്ടെന്ന് ഒരാൾക്ക് ചെറിയൊരു ആവശ്യമുണ്ട്, അപ്പോഴാണ് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റും വേണ്ട. പഠിക്കുന്ന വിദ്യാർത്ഥികൾ, യാത്ര ചെയ്യുന്നവർ, തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർ, വീട്ടമ്മമാർ, ഇവരൊക്കെയാണ് പലപ്പോഴും ഇത്തരത്തിൽ ചെന്ന് വിടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്പും ഒരു പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്യാറുണ്ട്. ഒരു ആപ്പ് ഇൻസ്റ്റാൾ നമ്മളൊരു അത് സാധാരണയായിട്ട് അതിനകത്തൊരു ചെക്ക് ബോക്സ് അല്ലെങ്കിൽ ഒരു റേഡിയോ ബട്ടൺ ആയിരിക്കും ഉള്ളത്. ആ ചെക്ക് ബോക്സിൽ ഐ എഗ്രി എന്ന് കൊടുക്കും, അല്ലെങ്കിൽ റേഡിയോ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ആരും തന്നെ ഈ കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച് നോക്കാറില്ല. അത് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്. ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കും. പക്ഷേ ഇതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ പെർമിഷൻ എടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ്, ക്യാമറ, ലൊക്കേഷൻ, അതുപോലെ തന്നെ ഗാലറി ഡീറ്റെയിൽസ്, ഗാലറിയിലുള്ള ഫോട്ടോ, വീഡിയോസ് എന്ന് വേണ്ട നമ്മളുടെ ഫോണിൻ്റെ ഏതാണ്ട് ഒരു ഫുൾ കൺട്രോൾ കിട്ടുന്ന രീതിയിലുള്ള പെർമിഷൻ അവർ ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകാരൻ വളരെ തിരക്കിലായിരിക്കും എടുക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് പോയി ടേംസ് ആൻഡ് കണ്ടീഷൻ വായിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. ഐ എഗ്രി കൊടുക്കുമ്പം ഈ കണ്ടീഷൻസ് എല്ലാം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പ്രീ കണ്ടീഷനായിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ കൊടുത്തു കഴിയുമ്പം ഈ 7 days ഒക്കെ ആയിരിക്കും ഇവർ തരുന്ന ടൈം എന്ന് പറയുന്നത്. ഈ 7 daysനുള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പറയാൻ പോകുന്നത് ഒരു 6th day മുതൽ കോൾ വരും. 7th day കൊടുത്തില്ലെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് റീപേ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വേറെ 2 ലോൺ കൂടെ തരാമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തത് 5000 ആണെങ്കിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ 4000 ആയിരിക്കും. കാരണം 1000 രൂപ ഒരു പ്രോസസ്സിംഗ് ഫീ പറയും. തിരിച്ചടയ്ക്കേണ്ടത് 5500 ആയിരിക്കും. കാരണം 500 രൂപ പലിശ കൊടുത്തു. അപ്പോൾ ഇയാൾക്ക് 5000 വീണ്ടും എടുത്താൽ 5500 അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം 4000 കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? 10000 കൊടുക്കും. അപ്പോൾ 10000 കൊടുക്കുമ്പോൾ ഒരു 4000 8000 കിട്ടും. ഈ 8000 അടയ്ക്കുമ്പോഴത്തേക്കും ഇതിൽ 5500 അടച്ചിട്ട് ബാക്കി ഇടയ്ക്കാണുള്ളൂ. അടുത്ത തവണ ഒരു 3 തവണ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇയാൾ വലിയൊരു എമൗണ്ടിലേക്ക് പോകും. പിന്നെ ഇത് ഡിഫോൾട്ട് ആകുമ്പോഴത്തേക്കുമാണ് ഈ പറഞ്ഞ തരത്തിൽ കോൺടാക്റ്റ് ലിസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു, ഗാലറിയിലുള്ള കോൺടാക്ട്സ് എടുക്കുന്നു, ഫോട്ടോസ് എടുത്തതിന് ശേഷം ആ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ബോഡി ഷെയ്മിങ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ്, സെക്സോർഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. മറ്റേ ആണുങ്ങളുടെ ആണെങ്കിൽ കോൺടാക്റ്റ് ലിസ്റ്റ് എടുത്തിട്ട് ഇയാളൊരു ചീറ്ററാണ്, ഇയാളുടെ ഈ മെസ്സേജ് ചെയ്യുക, ഫോൺ നമ്പറിൽ ഇയാൾ നാട്ടുകാരിൽ പൈസ പറ്റിക്കുന്ന ആളാണ് തുടങ്ങിയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ ഷെയിം ചെയ്യുക, ത്രട്ടൺ ചെയ്യുക. ഇവർക്ക് പഴയ കാലത്തെ CC പിടുത്തക്കാരെന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഇവർക്ക് കോളിംഗ് ആളുകളുമുണ്ട്. ആ കോളിംഗ് ആളുകൾ വിളിച്ചിട്ട് ഈ പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തുക, കോൺടാക്ട് ലിസ്റ്റിലുള്ള മറ്റാളുകളെ ഫാമിലിയെ വിളിച്ച് ത്രട്ടൺ ചെയ്യുക, അത്തരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ലോൺ ആപ്പുകളുടെ ഇത് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അവർ അപ്രൂവ്ഡ് ആയിട്ടാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാതെ എടുത്തു പോകുമ്പോഴാണ് നമ്മൾ ഈ അപകടത്തിൽ ചെന്ന് ചാടുന്നത്.
ഈ ലോൺ ആപ്പുകളിൽ തന്നെ വ്യാജമായിട്ടുള്ള ആപ്പുകളുണ്ടോ? കാരണം നമുക്ക് ഇത്ര രൂപ വരെ അതിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിബന്ധനയൊക്കെ തന്നെയും കൃത്യമായി വെച്ചുകൊണ്ടാണോ അവർ ആളുകളെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നത്? അതെ, ഈ ലോൺ ആപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരത്തിലുള്ളതാണ് ഉള്ളത്. ഒന്ന് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലോൺ ആപ്പുകളുണ്ട്. കാരണം ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ഉപയോഗത്തിൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് എസ് ബി ഐക്ക് അവരുടെ യോനോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ യോനോ ആപ്പ് ഞാനൊരു ബാങ്കിനെയും പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷേ എസ് ബി ഐയുടെ യോനോ എന്ന് പറഞ്ഞത് അവരുടെ ഒരു ലെജിറ്റിമേറ്റ് ആപ്പാണ്. ആ യോനോയിൽ തന്നെ കുറേ ആളുകൾക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റ് ലോണിനൊക്കെ അപേക്ഷിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കാരണം ഓൾറെഡി അപ്രൂവ്ഡ് നമ്മുടെ KYC ഒക്കെ അവിടെ ഉണ്ട്. HDFC, ICICI ഇവർക്കൊക്കെ തന്നെ ഈ ഡിജിറ്റൽ ആപ്പ് വഴിയുള്ള ഓൺലൈൻ വഴി തന്നെ ബാങ്കിൽ പോകാതെ ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ബാങ്കിങ് സംവിധാനമാണ്, രജിസ്റ്റേർഡ് ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം പല നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഉണ്ട്. ഇവിടെ ഇപ്പം നാട്ടിലൊക്കെ പലതരത്തിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് കമ്പനി ഉണ്ട്, ലെൻഡ് ചെയ്ത് നിൽക്കുന്ന. ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസേഴ്സിനോ അല്ലെങ്കിൽ പോപ്പുലർ ഫിനാൻസേഴ്സിനോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരുണ്ട്. രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് തട്ടിപ്പ് ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പക്ഷേ അവരൊക്കെ ഒരു ഓഫീസ് ഉണ്ടാവും, നമുക്ക് അവരെ കണ്ടുപിടിക്കാനോ ഒരു പരാതി കൊടുക്കാനോ ഉള്ള ഒരു അഡ്രസ്സെങ്കിലും ഉണ്ടാവും. ഈ മറ്റുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലോൺ ആപ്പുകളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് വരുന്നത് പലതിനും ഒരു രജിസ്റ്റേർഡ് കമ്പനി ഇന്ത്യയിൽ ഉണ്ടാവത്തില്ല. ഇതിൽ പലതും മുമ്പുണ്ടായിരുന്നത് പലതും ചൈനീസ് ആപ്പുകളായിരുന്നു. നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ മാത്രം വെച്ച് ലോൺ കൊടുക്കാൻ പറ്റില്ല. ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയേറ്ററാണ്. ആപ്പിന് പുറകിൽ ഒരു NBFC രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ കമ്പനി വേണം, അല്ലെങ്കിൽ ഒരു ബാങ്ക് വേണം. അപ്പോൾ അതില്ലാതെയാണ് ഇവർ ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് RBI 2022 എങ്ങനെ ഡിജിറ്റൽ ലോണുകൾ കൊടുക്കണമെന്നുള്ളത് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. RBIയുടെ വെബ്സൈറ്റിൽ തന്നെ അവരുടെ NBFCയുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ 5,000 വരെ കൊടുക്കുകയുള്ളൂ, 10,000 വരെ കൊടുക്കുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള പറയുന്ന ആപ്പുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ തുടക്കത്തിലെ ആദ്യമേ പറയുന്നതാണ്, ഇത് ജെന്യുവൻ രജിസ്റ്റേർഡ് ആപ്പാണോ, ഇന്ത്യയിൽ അവർക്കൊരു ഓഫീസുണ്ടോ, ഒരു ഗ്രീവൻസ് ഓഫീസറുണ്ടോ, കുറേ കണ്ടീഷനുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഓഫീസ് ഉണ്ടെങ്കിൽ ഇവർക്കൊരു ഗ്രീവൻസ് ഓഫീസറെ വെക്കണം. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് കൃത്യമായിട്ട് ലോൺ എടുക്കുന്നയാൾക്ക് കണ്ടീഷൻസ് ഉണ്ട്. അതായത് അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്, ഈ ഹിഡൻ ചാർജസ് ഒരിക്കലും പാടില്ല. ഇപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് പലിശ അടച്ചില്ലെങ്കിൽ എത്രയാണ് പെനാൽറ്റി, അതുപോലെ പ്രോസസ്സിംഗ് ചാർജ് എത്രയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഫാക്ട്സ് വെളിപ്പെടുത്തി വേണം ലോൺ കൊടുക്കാൻ. മാത്രമല്ല ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് കസ്റ്റമറുടെ അക്കൗണ്ടിലേ ചെല്ലാവുള്ളൂ. ഇടയ്ക്കൊരു തേർഡ് പാർട്ടി അക്കൗണ്ടിലും പോകാനും പാടില്ല, വാലറ്റുകളിലൊന്നും ഇടാനും പാടില്ല. ഇങ്ങനെ കൃത്യത നിയമമുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കിയതാണ് അത്ഭുതം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.